100 साल पहले കൊണ്ടുവാ मुझे तुमसे प्यार था मुझे तुमसे प्यार था നല്ല ചൂട് പുട്ട് കുറ്റിന്ന് നേരെ പ്ലേറ്റിലേക്ക്. പുട്ടാ? പുട്ടിനെന്താ കുഴപ്പം? കുത്തിയിട്. വരുന്നില്ലെന്ന്. നോട്ട്. ഒരു മിനിറ്റ്, കുറച്ച് വണ്ണം കൂടി പോയി തോന്നുന്നു. നീ പുറത്തുനിന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് അതിന്റെ അകത്തോട്ട് കയറ്റി വെച്ചത്. ഇത് പ്ലേറ്റിലോട്ട് ഇട്. പ്ലേറ്റില് അല്ലാതെ വിശന്നിരിക്കണം. അപ്പൊ തന്നെ ഇങ്ങനെ കാണിക്കണം. തിന്നോ? നീ തന്നെ തിന്നോ? അല്ല, കടലക്കറി ഉണ്ട്. കടല? കടലക്കറി. പഴമുണ്ട് വേണമെങ്കിൽ. ചുമ്മാ എടാ ശംഭു, നിന്നെ കുറെ നാളെ ഊങ്ങി വെച്ചേക്കോ കേട്ടോ. എന്റെ ചെറുക്കാൻ നീ എന്റെ മേടിക്കും. നീ നന്നായിട്ട് കേട്ടോ. കാലമടക്കൊരു അടിയുണ്ട്. നീ ശരിക്കും നീ വ്യാതിരിക്കും. നീ എന്റെ ചേട്ടനെ മോനെ പിടിച്ചോണ്ട് പോ. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. ഞാൻ ഇവനോട് ഒരു വീട്ടിൽ ഇനി വാഴത്തില്ല. എടാ എന്നടാ എന്നെ പറ്റിയപ്പോ ഒരു കാര്യമില്ലാതെ ഇവനെ പുച്ഛിക്കുന്നിടത്ത് ഇവനെ. അമ്മ എന്റെ മൂക്കിലൊരു ഈച്ചയിരുന്നു. ഞാൻ നാക്കിയതുള്ളൂ അതിന് പുച്ഛിക്കുന്നത്. ചെറുക്ക, പുച്ഛം കണ്ടാൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഞാൻ കുറെ ഇവിടെ പുച്ഛമൊക്കെ കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. എന്റെ സുമേ, നീ പുച്ഛിക്കപ്പെടേണ്ടതാണെന്ന് നിനക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നലുള്ളത് കൊണ്ടാണ് നിനക്ക് എല്ലാരും പുച്ഛിച്ചതായിട്ട് തോന്നുന്നേ. അത് ശരിയാ. ചിലപ്പോ ശംഭുവിന്റെ മൂക്കിലിരുന്ന് ഈച്ച പുച്ഛിച്ചിട്ടേക്ക് പോയേ. ഭയങ്കര നീ പറഞ്ഞെടുത്ത കോമഡി ആയിരിക്കും ഇത്. പിന്നെ എനിക്കതല്ലേ പണി. എന്റെ ചേട്ടാ, ഈച്ച പൂച്ച എന്നൊക്കെ ചുമ്മാ പറയുന്നേ. ഇവന്റെ മുഖത്തൊരു ഈച്ച വന്നിരുന്ന ഇവനെ അടിച്ചു കളഞ്ഞാ പോരെ. പിന്നെ ഞാൻ വരും വന്നിരിക്കുമ്പോ മാത്രം ഇത് ഇങ്ങനെ അടിക്കുന്നേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അവൻ നിന്നെ പുച്ഛിച്ചെന്നിരിക്കട്ടെ, നിന്റെ കയ്യൊക്കെ കാണിക്കേണ്ട പ്രായമാണ് അവന്. ഇനി കാര്യം പറച്ചിലൊന്നും ഇല്ല. ഞാൻ നിൽക്കുന്നില്ല. ഇനി കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. മക്കളെ അറിയണ്ട. എടാ അവൻ കൊച്ചല്ലടാ. അത്രയും കൊച്ചൊന്നുമില്ല. അവന്റെ നോട്ട് നോക്കവേ എന്നെ. നോക്ക് നോക്കവേ എന്നെ. നീ വിളിച്ചതുകൊണ്ട് ശംഭു അച്ഛന്റെ മുഖത്തൊന്നോന്നാ പുട്ട് പുട്ട് കണ്ടപ്പോ കമന്ന് വീണായിരിക്കും. എടാ പോടാ ചവറ് സുമേഷ്. ഓഹോ, ഇപ്പൊ തുരുമ്പാറി ചവറായോ? ഇതിപ്പോ ചേർത്തത്. ഒന്നിക്കുള്ള ചേർക്കാത്ത എന്തോ ഡിഗ്രി അല്ലാന്നോ? അയ്യോ, ഡിഗ്രിയോ ഇല്ല. അപ്പൊ ഇതെങ്കിലും കയ്യിലിരിക്കട്ടെ. നീ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട കേട്ടോ. നീ എന്റെ കൊച്ചു താഴെ വീണാ ശരിയാകും. കൊച്ചിനെ നോക്കിക്കൊള്ളാം. അത് കരയുന്നു. ഇതിനെ കൊണ്ട് എന്റെ പൊന്നു അമ്മന്റെ പൊന്നു നമുക്ക് പോവാം. ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ നീ? ശരി. എന്തോന്ന് ശരി? എന്തോന്ന് ശരി? എന്തിനാ ഡയലോഗ് അടിക്കുന്നവിടെ? ഞാൻ ചൂടാവും. എന്റെ വാവണ്ടല്ലേ ഞാൻ പറയുന്നത്. നീ കൂടുതൽ സംസാരിക്കാതെ കയറിപ്പോ. ശരി. പിള്ളേരൊക്കെ നേരെ വളർത്തണം. നേരെ തന്നെ വളർത്തി വെച്ചേക്കണം. അത് കാണാനുണ്ട് നേരെ വളർത്തി വെച്ചത്. നിന്റെ അച്ഛനെ കാണിട്ട് കേട്ടോ. എന്റെ അച്ഛൻ പിന്നെ ആരാ? ചേട്ടന്റെ കൊച്ചച്ഛനാണോ? ഒരച്ഛനാ. ഡയലോഗ് അടിക്കാതെ പോ. വച്ചിട്ടുണ്ട്. ചിരിക്കുന്നുണ്ട് എല്ലാം പറയാണ്ട് ഇങ്ങോട്ടൊന്ന് മൂപ്പേര്. എന്റെ കൊച്ചി, അവൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നീ എന്തിനാടാ വഴക്കുണ്ടാക്കാൻ നിക്കുന്നേ? അമ്മ എന്റെ ചെവിയിൽ നിന്ന് ഇങ്ങനെ ഞൊട്ടിത്തന്നു. അപ്പൊ എനിക്ക് ദേഷ്യം വരൂലേ? ഇവനെ കൊണ്ട് ഇത് എന്ത്? സുമേഷ് ചെറുക്കനെ എങ്ങനെങ്കിലും ശരിയാക്കി എടുത്തേ പറ്റുള്ളൂ. ശല്യം. വല്ല പട്ടാളത്തിനെങ്കിലും പറഞ്ഞു വിട്ടാലോ? നല്ലതായിരിക്കും. ഇപ്പൊ പട്ടാളത്തിലെ 3 വിഭാഗമല്ലേ ഉള്ളൂ. ഇവനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് 12 ആവും. എന്നിട്ട് അവര് തമ്മിൽ കുത്തിത്തിരിപ്പാവും. ചൈനക്കാർ എന്നിട്ട് ഇവിടെ കയറി നിരങ്ങും. അത് ശരിയാണ്. എന്നേ പിന്നെ അമ്മ എന്നെ പട്ടാളത്തിലോട് ഈ ചിറ്റപ്പന്റെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടിലും ഭേദാതാണ്. നീ ഒന്ന് സമാധാനപ്പെടറാ, നമുക്ക് വഴി ഉണ്ടാക്കാം. ഒറ്റ പരിഹാരമേ ഉള്ളൂ. നല്ല കയ്യൂക്കുള്ള ഒരു പെണ്ണിനെ കൊണ്ട് പിന്നെ കെട്ടിച്ചങ്ങ് വിടണം. എന്നാ പിന്നെ വല്ല കബഡി ടീമിലുള്ള പെൺപിള്ളേരെ നോക്കുമായിരിക്കും നല്ലത്. കബഡി വേണ്ട, അതിൽ മർദ്ദനം കുറവാണ്. പിടിയും വലിയ മാത്രമല്ലേ ഉള്ളൂ. ഇല്ലടാ? അച്ഛാ, എന്നേ പിന്നെ നമുക്ക് ബോക്സിംഗ് നോക്കാം. അതാകുമ്പോ മൂക്കിടിച്ചങ്ങ് പരത്തിക്കൊള്ളു. നിന്റെ പരിചയത്തിൽ ഏതൊരു കുട്ടിയല്ലേ ഇതുപോലെ എന്താ പഠിക്കാൻ വന്ന്? ആര്? ദുർഗയോ? ഗുസ്തിയാ? ഗുസ്തി അല്ല, അത് വേറെന്തൊരു സംഭവം. അവള് പഠിക്കുന്നില്ല, അവള് പഠിപ്പിക്കുവാ. എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണത്? ഫുജുത്സോ? ഫുജുത്സു അല്ല, ജുജുത്സു. അത് എന്തോന്ന് അറിഞ്ഞൂടാ. പക്ഷെ കൊറേ ലോക്ക് ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ചിറ്റപ്പന് ബെസ്റ്റ് ആണ്. എന്താ പിന്നെ നമുക്ക് അത് നോക്കിയല്ലേ? അയ്യോ, അതൊന്നും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട കൊച്ചാ അത്. അതിനിപ്പോ എന്ത്? അറിഞ്ഞിരുന്നോണ്ട് ഞാൻ ഇങ്ങനെ അവരോട് ചതി ചെയ്യുന്നത്. അവൻ കള്ളനും കൊള്ളക്കാരനൊന്നും അല്ലല്ല, ഒരലവലാതി. എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ച് വിടമ്മ. ഇതിപ്പോ എന്റെ ഉത്തരവാദിത്വമായോ? ഉത്തണ്ണ, ഈ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോ അവക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടിയാൽ ജീവിതത്തിൽ എന്താണ് ഒരു രസമാശേ? അത് ശരിയാ. ഇപ്പൊ എനിക്ക് തന്നെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. അത് നീ മനോജ് സംസാരിക്കണം. ഞാൻ മനോജ് സംസാരിച്ചൊന്നുമല്ല, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്ത് കാര്യം? നിന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ സാധിച്ചു തന്നിട്ടില്ലേ? പിന്നെ ഈ അടുത്ത കാലത്ത് എന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ
ഈ അടുത്ത കാലത്തുള്ളത് മാത്രമേ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരായിരുന്നിട്ടോ. ഇതിന് മുമ്പത്തെയൊക്കെ അപ്പൊ ഈ അടുത്ത കാലത്ത് സാധിച്ചു തന്നിട്ടില്ല, അത് സംഭവിച്ചല്ലോ. ഇതിന് മുമ്പ് ഓക്കെ എന്താ ആഗ്രഹം സാധിച്ചതെന്ന് പറഞ്ഞു. നീ മിക്സി വാങ്ങിച്ചു തരാൻ പറഞ്ഞു, വാങ്ങിച്ചു തന്നില്ലേ? അയ്യ, ഒരു മിക്സി വാങ്ങിക്കാന്നുള്ളതാണ് ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അല്ല, ആഗ്രഹം. പെണ്ണിന്റെ ജീവിതത്തിൽ എല്ലാരും പറയാനുണ്ടോ പെണ്ണിന്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹം. നീ പറഞ്ഞാണ് ഓരോ ആഗ്രഹങ്ങളായിട്ട്. കൊച്ചു ഇവിടെ നിൽക്കുന്നത്, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുന്നത്. പോടാ അങ്ങോട്ട് അങ്ങോട്ട്. നീ പറ നിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നീ പറ. വലിയ ആഗ്രഹകാരി. എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പോ എന്തൊക്കെ സങ്കല്പങ്ങളായിരുന്നു അറിയോ? ഈ വലിയ വീടും ഈ സെറ്റപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ വിചാരിച്ചെന്നറിയോ? ഓ, അങ്ങനെ വലിയ വീടും കണ്ടുകൊണ്ടാണ് വന്നത്. അപ്പൊ സങ്കല്പത്തിലുള്ള ആളല്ല ഞാനെന്ന്. നിങ്ങളെ ഒന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ അങ്ങനെ പറയണ്ട. ഏത് സമയത്തും അങ്ങനെ ഒരു വേണ്ടാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എന്തിനാ കൊള്ളുന്നേ? എന്ത് കൊള്ളുന്നത്? അപ്പൊ എന്തോ ഉണ്ട്, അതുകൊണ്ടല്ലേ കൊള്ളുന്നേ? എന്തോ ഉണ്ട്? ഒന്നുമില്ല, അതുകൊണ്ടാണ് കൊള്ളുന്നത്. ഒന്നും ഇല്ലാത്തോണ്ടാണ് കൊള്ളുന്നത്. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് പോയി സംസാരിക്കും കേട്ടാ. ഞാൻ ആലോചിക്കാം. കയ്യൊക്കെയുള്ള ആരെങ്കിലും കൊണ്ട് കെട്ടിച്ചു വിട്ടാൽ അടങ്ങിയിരിക്കുള്ളൂ. അതുകൊണ്ട് പറഞ്ഞേ, അത് വലിയ സംഭവങ്ങളാണ്. ഒരു പെണ്ണിന്റെയും കൂടെ ജീവിതം കുട്ടിച്ചോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ആ സുമേഷിനെ പിടിച്ച് കെട്ടിക്കുന്നതിനെ കുറിച്ചിട്ട് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ അവൻ എവിടെന്തെങ്കിലും പെണ്ണ് കിട്ടൂടെ? ഒരു പെൺകൊച്ചിനെ കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? അവളുടെ പരിചയത്തിലുള്ളതാണ്. അജയ് പറഞ്ഞോട്. അവരോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആരെ? അവരോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അച്ഛാ. കുഴപ്പമില്ലാത്ത പെങ്കൊച്ചാ. ആണോ? അവർക്ക് താല്പര്യമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ടും വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് കുറച്ച് നുണകളൊക്കെ പറയേണ്ടി വന്ന്. അത് സ്വാഭാവികമായിട്ട് പറയേണ്ടി വരുമല്ലോ. അങ്ങനെയെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ അല്ലേ? ഇവളെന്ത് വിഷമം ചെയ്യുന്നത്? പരിചയക്കാരെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. എന്നാലും എന്താവോ എന്തോ, എനിക്ക് കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാ. ഒന്നും ആവൂല, അവനെ അവള് നന്നാക്കി എടുത്തോളൂ. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ അച്ഛാ? സിനിമയിലൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇത് ജീവിതമല്ലേ? ജീവിതത്തിലും നടക്കുകയൊക്കെ ചെയ്യും. അച്ഛാ, അതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? അവള് ഗുസ്തിക്കാരിയാണ്. അടി, തട, ശ്വാസം മുട്ടിക്കൽ, അങ്ങനെ എല്ലാ പരിപാടിയുണ്ട്. ജുജുത്സു എന്നാണ് പേര്. എന്തോന്ന്? ജുജുത്സു. ജുജുത്സു പറയാൻ ഇത്തിരി കുറിച്ചു പിടിച്ച പേരാണെങ്കിലേ ഈ ജുജുത്സു സുബേഷ് നല്ല ചേർച്ചയുണ്ടല്ലേ? ആ കൊച്ചിന്റെ പേരല്ല, അവള് ചെയ്യുന്ന അഭ്യാസത്തിന്റെ പേരാ. അത് ശരി, അത് പറയുമ്പോ എല്ലാം വ്യക്തമായിട്ടൊക്കെ പറയണ്ടേ? ഞാനെന്തോ ജുജുത്സുവും പഠിച്ചുകൊണ്ട് നടക്കുവാണോ? ആ കൊച്ചിനെ ഏതോ വലുത് വരാനിരിക്കുന്നു. നീ ആവശ്യമില്ലാതെ ഓരോന്നോർത്ത് ടെൻഷൻ ആവില്ലേ? നിങ്ങൾ അവനുമായിട്ട് ആലോചിച്ചോ? അവനുമായിട്ട് ചോദിക്കേണ്ട കാര്യം എന്താണ്? അവനെ കെട്ടിച്ചു വിടുക എന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെ ആവശ്യം. അതിനെല്ലാവർക്കും സമ്മതമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവന്റെ കാര്യമായിട്ട് എല്ലാവർക്കും സമ്മതമായിരിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും നീ കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. ഈ ഗുസ്തി അടിയൊക്കെ ആയപ്പോഴേ അവനിച്ചിരി പണിയും കിട്ടും, ഒതുക്കും അല്ലേ? ഫെഗറുണ്ട്. ഞാനും ആലോചിക്കുന്നുണ്ട് വല്ല ഗുസ്തിയും പഠിക്കാൻ പോയാലോ, വല്ല ഗുസ്തിയും പഠിക്കാൻ പോയാലോ ഞാനും ആലോചിക്കുന്നുണ്ടെന്നാ. എന്തുവാണ്? ഒന്നുമില്ല. എന്തോ